കരച്ചിലോടെ കരച്ചിലാണ് ജി. നമ്മളെല്ലാവരും ഒരു വിഷയത്തിൽ ഒറ്റ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് കാര്യത്തിൽ തർക്കമറ്റ കാര്യമാണ്. കാരണം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത് മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പം പാസ്റ്റർ പറഞ്ഞ ഒരു പോയിൻ്റ് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അപ്പം അത് ചിലപ്പം മനുഷ്യത്വം ഉണ്ടെന്ന് എന്തായാലും സംഭവിച്ചു. മനുഷ്യത്വം മറിയയിൽ നിന്നല്ല തുടങ്ങിയെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. പിന്നെ അതിൻ്റെ പിന്നെ അതെന്നു മുതൽ ആണെന്നുള്ളത് ആണ്. ഇപ്പം ഒരു ചെറിയ പാനൽ കൊടുത്തോണ്ട് പാസ്റ്റർ ഒരു വിഷയം അത് പറഞ്ഞു. നല്ല ഒരു തോട്ടിനുള്ള എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരു അവസരം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയല്ലേ ആശയങ്ങൾ പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവർക്ക് ഉടനെ പിന്നെ അതേ കയറി പിടിച്ച് ഇതേ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഈ മറിയിൽ നിന്ന് എടുത്തതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അജിയുടെ പുതിയ തന്ത്രമാണ് മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ ഇവരെന്ത് പറയുന്നു എന്നൊക്കെ. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടുത്തെ ചർച്ചാ വിഷയം യേശു പിന്നെ മറിയയിൽ നിന്ന് എന്തെടുത്തു എന്നുള്ളതല്ലേ. മനുഷ്യത്വമൊക്കെ രണ്ടാമത്തെ അല്ലേ എന്ന് തുടങ്ങിയെന്നുള്ളത്. എന്തായാലും മറിയയിൽ നിന്നല്ല എന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടല്ലേ ഞങ്ങൾ. ഇവിടെ കിടന്നുകൊണ്ട് അങ്ങ് പുള്ളിയുടെ ഭാഷയെ പറഞ്ഞാൽ കുത്തി മറിയുക. മനുഷ്യത്വമുണ്ടോ? വേറൊരാളൊരു JKV പണ്ഡിതനാണ്, ലിങ്ക് പണ്ഡിതൻ. പുള്ളിയോട് എന്തെങ്കിലും ഒരു കാര്യം പരിശോധിക്കാൻ പറഞ്ഞാൽ ഉടനെ ഒരു ലിങ്ക് എടുത്ത് ചാറ്റിട്ട് പറയാം, അത് പോയി വായിച്ചോളാൻ. എടുത്ത് താനിത് വായിച്ചിട്ടുണ്ടെങ്കിൽ താൻ പറയടൂ, ഈ ലിങ്കിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പിന്നെ അങ്ങ് പറ. ഒരു ലിങ്ക് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും പോയി വായിച്ചു, ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന്. ഇതാണ് ആ പുള്ളിയുടെ പാണ്ഡിത്യം. പുള്ളി എന്നിട്ട് പറയുകയാണ് നമ്മൾ വക്രത കാണിക്കുന്നു. 20 വർഷം IPC ചർച്ചിലിരുന്ന് മറ്റുള്ളവരെ പിന്നെ കാൽവിനിസം പഠിപ്പിച്ച പണ്ഡിതനാണ് വന്ന് പറയുന്നത് നമ്മളാ വക്രത കാണിച്ചതെന്ന്. എന്നാ കഷ്ടമെന്ന് നോക്കണേ.